രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അത് പറയാനെന്നാൽ ധാർമ്മികമായ അവകാശം. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് വരുമ്പോൾ ഉറക്കം കിട്ടുന്നത് ഈ രാജ്യത്തിലെ CPM-നാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ CPM ആണ് അദ്ദേഹം വരുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാത്തതിന് തങ്ങളല്ല കാരണം, കേരളത്തിലെ നേതാക്കളല്ല കാരണം എന്ന് വിശദീകരിക്കുകയാണ് KPCC അധ്യക്ഷൻ. തങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവോ ആ തീരുമാനമെടുത്തു എന്നല്ല പക്ഷേ ആ വിശദീകരണം. മറ്റൊരു പാർട്ടി, മറ്റൊരു പ്രസ്ഥാനം CPM രാഹുലിനെ തടയുന്നു എന്നാണ്. ആദ്യ കേൾവിയിൽ തന്നെ ഇതൊരു പരിഹാസ്യമായ കാര്യമാണ്. കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തീരെ നിസ്സാരമായ പാർലമെന്ററി സാന്നിധ്യമുള്ള CPM-നെ ഭയന്നോ വഴങ്ങിയോ ഇത്ര പ്രധാനപ്പെട്ട ഒരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് പൂർണ്ണമായും ആദ്യ കേൾവിയിൽ പരിഹാസ്യമായതാണ്. പക്ഷേ രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആദ്യ കേൾവിയിൽ ചിരിയുണ്ടാക്കുമെങ്കിലും അത്തരത്തിലൊരു സാധ്യതയെ പൂർണ്ണമായി തള്ളുകയും സാധ്യമല്ല. പ്രത്യക്ഷ രാഷ്ട്രീയത്തിന്, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന നീക്കങ്ങൾക്ക് അതീതമായ ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. ഒരു പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ പാർട്ടി മാത്രമായിട്ട് എടുക്കുകയല്ല ഒരുപക്ഷെ ഇത്തരം കാലങ്ങളിൽ ഉണ്ടാവുക. ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. ഇന്ന് വയനാട്ടിൽ ഇനി T സിദ്ദിഖിനെ വേണ്ട എന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ടത്രേ. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ T സിദ്ദിഖ് തന്നെ വരണമെന്നില്ല, മറ്റാരെങ്കിലും തന്നാൽ മതി എന്ന രാഷ്ട്രീയ ചർച്ചകൾ അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് UDF-നകത്ത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടത്രേ. അതും നമ്മുടെ വിഷയമാകും. വയനാട് മത്സരിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ നിഷേധിക്കാത്തത് എന്താണ്? ഒടുവിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഇവിടെ മത്സരിക്കും, ഈ പ്രദേശത്ത് മത്സരിക്കും, പക്ഷേ അത് കേരളത്തിൽ തന്നെയാകണം എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. എന്തുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന നിഷേധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാത്തത് എന്ന സംശയവും സ്വാഭാവികമായും ഈ ചർച്ചയുടെ ഭാഗമായി വരും. സ്വാഗതം. ഈ ചർച്ചയുടെ ഭാഗമായി പ്രേക്ഷകരോടുള്ള ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇതാണ്: മുല്ലപ്പള്ളി പറഞ്ഞത് രാഷ്ട്രീയ അബദ്ധമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. മുല്ലപ്പള്ളി പറഞ്ഞത് രാഷ്ട്രീയ അബദ്ധമോ? ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ PM മനോജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ പഴകുളം മധു KPCC സെക്രട്ടറി, അദ്ദേഹം അടൂരിൽ നിന്നാണ് ഈ ചർച്ചയിൽ ചേരുക. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ CR നീലകണ്ഠൻ കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ പഴകുളം മധു, താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വയനാട് പോലെ നിങ്ങൾക്ക് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു പ്രസ്ഥാനമാകുന്നത് എത്രത്തോളം ശുഭകരമാണ്? അതൊരു പരിഹാസ്യമായ കാര്യമല്ലേ? അങ്ങനെ ഇല്ല എങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ ഉള്ള സൂചനകളോടെ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായ അബദ്ധമല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന ഒരു പ്രതിനിധി ഉണ്ടായി. അതിൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരും ആവേശഭരിതരാണ്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളൊന്നാകെയും താങ്കളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരും ഇത് വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഇതേ പ്രതീക്ഷയാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം ഉള്ളത്. അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആവേശം അളവറ്റ ആവേശമായിട്ട് മാറിയിരിക്കുന്നു. കേരളമാണെങ്കിൽ ഒരു രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രതിരോധ മന്ത്രിയെയും സമ്മാനിച്ച സംസ്ഥാനമാണ്. ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് എത്ര ആഹ്ലാദകരമായിട്ടുള്ള, എത്ര അഭിമാനകരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവുക, ആ പ്രതീക്ഷ സാധിക്കുമോ എന്ന ആശങ്ക പിന്നീട് ഉണ്ടാവുക. രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ അതോ അമേഠിയിൽ മാത്രമാകുമോ അദ്ദേഹം മത്സരിക്കുക? ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചാൽ തന്നെ ഏത് സ്റ്റേറ്റായിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക, ഏത് സീറ്റിലായിരിക്കും? ഇതെല്ലാം തീരുമാനമാകാത്ത കാര്യങ്ങളാണ്. ധാരാളം അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം സുവ്യക്തമാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരില്ലേ, വന്നാൽ ഞങ്ങളുടെ കഞ്ഞികുടി മുട്ടിപ്പോകും എന്ന് കരുതി വിഷമവൃത്തത്തിലായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട്. ആ സത്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. മാധ്യമങ്ങളിലൂടെ പല വാർത്തകളും വന്നു. അവർ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനെ തന്നെ നേരിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു.
കോൺഗ്രസ് പാർട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, UPA ഘടകകക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കാർക്കും അറിയില്ല. ഇന്ന് ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടി ചില കള്ളക്കളികൾ കളിക്കുന്നുണ്ട്, അണിയറ നീക്കങ്ങൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം എന്നാണ്. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കേരളത്തിലെ CPM പാർട്ടി വളർന്നു എന്നല്ല, അതിന് കഴിയില്ല. മറിച്ച് നമ്മൾ കാണേണ്ടത് അവരുടെ ഗതികേടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ആരാധ്യനായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ CPM പാർട്ടി പിന്നെ നിൽക്കണോ പോണോ? ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്നെ ഞങ്ങൾ നിൽക്കണോ അതോ വീട്ടിലേക്ക് തിരിച്ചു പോണോ എന്നുള്ള ചോദ്യമാണ് അവരെ പിന്തുടരുന്നത്. അത്രത്തോളം ശരിയായ കാര്യമാണ്, അത്രത്തോളം രാഷ്ട്രീയമായിട്ട് താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിയായിട്ടുള്ള വാദങ്ങളാണ്. ശ്രീ പഴകുളം മധു പക്ഷേ അദ്ദേഹം മത്സരിക്കും വയനാട്ടിൽ എന്ന് ആദ്യഘട്ടത്തിൽ നല്ല ആർജവത്തോടെ പറഞ്ഞിരുന്ന നേതാക്കൾക്കൊന്നും ഇപ്പോൾ അത്രക്ക് അങ്ങോട്ടൊരു ആധികാരികതയില്ല, അത്രക്ക് അങ്ങോട്ട് ആവേശമില്ല പറയാൻ. എന്ന് മാത്രമല്ല അദ്ദേഹം മത്സരിക്കുകയില്ല എന്ന കാര്യം ഏതാണ്ട് തീർപ്പായിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ CPM ചില കള്ളക്കളികൾ നടത്തി അദ്ദേഹം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നില്ല ഇനി എന്ന പ്രഖ്യാപനം വന്നാൽ അത് അവരുടെ വിജയമായിട്ടല്ലേ നാട്ടുകാർ മനസ്സിലാക്കുക? അതായത് അവിടെ ചെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ പോലും മത്സരിക്കേണ്ടുന്ന മണ്ഡലം ഏതാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ മാത്രം പ്രാപ്തിയുള്ള ആളുകളാണ് ഈ വളരെ ചെറിയ പാർലമെന്ററി സാന്നിധ്യമുള്ള ഈ പാർട്ടി എന്നല്ലേ ജനം മനസ്സിലാക്കുക? കേരളത്തിൽ അത് ആകെപ്പാടെ ഒരു ക്ഷീണമാവില്ലേ കോൺഗ്രസിന്? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് അധ്യക്ഷനോ ഏതെങ്കിലും ഒരു ഈക്വൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വശംവദനായി ഒരു തീരുമാനം എടുക്കാതിരിക്കുക, എടുത്ത തീരുമാനം പിൻവലിക്കുക, അത് അസംഭവ്യമാണ്. അത് സംഭവിച്ചിട്ടില്ല ചരിത്രത്തിൽ, അതിന് സംഭവിക്കാൻ പോകുന്നുമില്ല. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? CPM-നാണ് ക്ഷീണം ഉണ്ടാകുക. അവർ നഖശിഖാന്തം എതിർക്കുന്ന രാഹുൽ ഗാന്ധി, നഖശിഖാന്തം എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് BJP-ക്കൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്ത പാർട്ടി. ഇന്ത്യൻ പാർലമെന്റിൽ 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന BJP VP സിംഗിനോടൊപ്പം ചേർന്ന് LK അദ്വാനിയോടൊപ്പം ചേർന്ന് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി BJP വളർത്തിയ പാർട്ടി. ഈ UPA ഗവൺമെന്റിന്റെ ഭരണശേഷം വന്ന BJP സർക്കാരിനെതിരായി ഒരു സമരം പോലും ചെയ്യാൻ കഴിയാതെ അടിമക്കൂട്ടങ്ങളെ പോലെ നിന്ന് CPM പാർട്ടി. രാഹുൽ ഗാന്ധിക്ക് മിതത്വമില്ല, പക്വതയില്ല, പ്രധാനമന്ത്രിയാകാനായിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമറിയില്ല എന്നെല്ലാം പറഞ്ഞ CPM പാർട്ടി സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിന് തെറ്റാണ്, BJP ആണോ മുഖ്യ ശത്രു, കോൺഗ്രസ് ആണോ ശത്രു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാനാകാതെ വിഷമിക്കുന്ന CPM പാർട്ടി അതേ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ പോയി ഭിക്ഷാപാത്രവുമായി യാചിച്ച് ഇങ്ങോട്ട് വരല്ലേ, ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തല്ലേ എന്ന് പറയേണ്ടി വന്നാൽ അങ്ങനെ വന്നു എന്ന് പറയുന്നില്ല. പേടിയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ കള്ളക്കളി കളിക്കുകയാണ് അവിടെ രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ. അതെന്തുകൊണ്ടാണ് കള്ളക്കളി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ ഉറച്ച സ്വരത്തിൽ പറയുകയല്ല, അയ്യോ രാഹുൽ ഗാന്ധി പ്ലീസ് ഇങ്ങോട്ട് വരല്ലേ എന്ന് അങ്ങോട്ട് അപേക്ഷിക്കുകയാണത്രേ. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയെ അങ്ങനെ തടയുന്നത് ശരിയായ കാര്യമാണോ? അല്ല, അങ്ങനെ അപേക്ഷിച്ചെന്ന് ഇപ്പൊ പറഞ്ഞ ആള് ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആരാണ്? പഴകുളം മധു, KPCC സെക്രട്ടറി പഴകുളം. ആരാണ്? അല്ലല്ല, പഴകുളം മധു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയോന്ന് എനിക്കറിയില്ല. എന്തായാലും CPM ഈ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് തകർന്നു നിൽക്കുകയാണ്, കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇവിടെ വയനാട് രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞ നമുക്ക് ഓരോരുത്തർക്കും സമയം കൊടുത്തു പോകാം. ശ്രീ പഴകുളം മധു, താങ്കൾക്ക് സമയമുണ്ട്, അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീ PM മനോജ് തുടരും. അല്ല, ഞാൻ ഇടപെടുകയല്ല. ഞാൻ CPM ഞങ്ങളുടെ പാർട്ടിയെ സമീപിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, താങ്കളുടെ പറച്ചിലുമേലല്ല എന്ന് വിചാരിച്ചാൽ മതി അദ്ദേഹം പറയുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവനയ്ക്ക് മേലാണ്. താങ്കൾ ഇടയ്ക്ക് ഇടപെടരുത്, അദ്ദേഹം പറയട്ടെ, ആകെ ബുദ്ധിമുട്ടാവും അത്. ശ്രീ PM മനോജ് തുടരും. അല്ല ഇവരൊരു തീരുമാനത്തിലെത്തട്ടെ. മുല്ലപ്പള്ളി രാമചന്ദ്രനും പഴകുളം മധുവും ഒക്കെ കൂടി ഒരു തീരുമാനത്തിലെത്തട്ടെ, അത് നമ്മളെ വിഷയമല്ല. ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് ആരാ? ഞങ്ങളൊന്നുമല്ല, ഉമ്മൻചാണ്ടിയാണ്. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയാണ്, ഞാനും കൂടി പറഞ്ഞിട്ടാണെന്ന്. ഇപ്പോൾ വരൂല്ല, സംശയമുണ്ട് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്.
വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം സീറ്റ് സംബന്ധിച്ച് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞല്ലോ. അമർ ഉജാലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു, ഞാൻ അമേത്തിയിലാണ് നിൽക്കുന്നത്, അമേത്തിയാണ് എൻ്റെ മണ്ഡലം, പക്ഷേ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ആ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ തന്നെ തീർന്നില്ലേ കഥ? അമേത്തി സ്വന്തം മണ്ഡലമാക്കി വെക്കുക, പിന്നെ ഒരു സ്റ്റെപ്പിനായിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരുമെന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതുവരെ ഒരു ഉറപ്പായിട്ടില്ല. ഞങ്ങളാരും രാഹുൽ ഗാന്ധി വരണമെന്നും പറഞ്ഞിട്ടില്ല, വരണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആകെ ചോദിച്ചത് BJPക്കെതിരാണ് നിങ്ങളുടെ ഫൈറ്റ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതിലപ്പുറം ഒരു കാര്യം, പിന്നെ ഞങ്ങളുടെ സമ്മർദ്ദത്തിനോ ഞങ്ങൾ പറഞ്ഞിട്ടോ വഴങ്ങി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ആളുകളാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമെങ്കിൽ പിന്നെ ഞങ്ങൾ പോരെ, കോൺഗ്രസ് വേണോ? അത് വേണ്ടല്ലോ. കോൺഗ്രസിനെ ഞങ്ങളെപ്പോലെ ഇദ്ദേഹം എന്താ പറഞ്ഞ ഇർക്കിൽ പാർട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അവരുടെ സംസ്കാരം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഈ പാർട്ടി നിയന്ത്രിച്ചാലും അല്ലെങ്കിൽ നാടകം കളിച്ചാലും സമ്മർദ്ദം ചെലുത്തിയാലും എടുക്കുന്ന തീരുമാനമേ നിങ്ങൾക്കുള്ളൂ. എൻ്റെ ചോദ്യം അതാണ്. ഇവിടെ ഒരു വളരെ കൃത്യമായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരാൻ പോകുന്നില്ല. അത് രാഹുൽ ഗാന്ധിയുടേതോ അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം കൊണ്ടോ അല്ല, മറിച്ച് അത് ലീഗിന് മനസ്സിലായിട്ടുണ്ട് വരൂല എന്ന്. ഇന്ന് ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരുടെ രണ്ടാമത്തെ ഘടകകക്ഷി ലീഗില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല. ആ ലീഗിൻ്റെ ജില്ലാ ഭാരവാഹി പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ? എന്താ പറഞ്ഞത്? ഭൂരിപക്ഷം കുറയുന്നല്ല, വിജയത്തിൽ പോലും സംശയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. വളരെ വളരെ പ്രത്യക്ഷമായി പരസ്യമായി അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർക്കും മനസ്സിലായി രാഹുൽ ഗാന്ധി വരില്ല എന്ന്. എന്തുകൊണ്ടാണ് വരാത്തത്? ഇവരുടെ മറ്റേതെങ്കിലും കാര്യം കൊണ്ടല്ല. ഈ ഇന്ന് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഈ പ്രേരണാകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഈ ശബരിമല കേസ് കൊടുത്ത യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ആളാണ്. അവർ BJP അല്ല, RSS അല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ അവർ പ്രത്യക്ഷമായിട്ട് ഞാൻ BJP ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അവരെന്നിട്ട് കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി വെച്ച് ഇതാ പാകിസ്ഥാൻ്റെ കൊടി എന്ന് പറഞ്ഞ് BJP പ്രചാരണം നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഭയക്കുന്ന അതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഭയപ്പെടുന്നത് കേരളത്തിൽ പണ്ട് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്നൊക്കെ വിളിച്ചു. ഇവർ ലീഗിനെയല്ലേ ഭയപ്പെടുന്നത്? ഇവർ ലീഗിന്റെ കൂടെ കൊടി കെട്ടിയിട്ട് രാഹുലിന്റെ പ്രചാരണം നടത്തുന്നതിനല്ലേ ഭയപ്പെടുന്നത്? സംശയമാണത്. ശ്രീ പഴകുളം മധു, ഇവിടെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം, അതായത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല, ആരും അത് പ്രവചിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ പല മാധ്യമങ്ങളും ഇന്നയിടത്ത് ഇന്നയാളുകൾ മത്സരിക്കും എന്നതൊക്കെ എല്ലാ പാർട്ടികളെയും പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊന്നും വയനാടും ഉണ്ടായിരുന്നില്ല, രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ഇങ്ങനെയൊരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞത്. ആരുമല്ല, ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇതാ വരുന്നു രാഹുൽ ഗാന്ധി എന്ന നിലപാട് അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഇപ്പോൾ 4-5 ദിവസമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്, വരുമോ ഇല്ലയോ. മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെയും അപ്രസക്തമാക്കുന്ന വിധത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന ഒരു പുകമറ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇങ്ങനെയൊരു കഥയങ്ങ് അടിച്ചു വിട്ടിട്ട് ഇപ്പോൾ CPMകാർ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയെ എന്ന കാര്യം പറയുകയാണ്. എന്തൊരു പരിഹാസ്യമായ കാര്യമാണ് ശ്രീ പഴകുളം മധു ഇത്. എന്തൊരു പരിഹാസ്യമായ കാര്യമാണിത്. നിങ്ങൾ തന്നെയും പറയുന്ന വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന കണക്കാക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിങ്ങൾ ഇങ്ങനെയൊരു അപഹാസ്യമായ രാഷ്ട്രീയ കളി കളിക്കാൻ പാടുണ്ടായിരുന്നോ? നിങ്ങളുടെ നേതാക്കൾ രാഷ്ട്രീയ അബദ്ധം ചെയ്യുകയല്ലേ, ആവർത്തിച്ച് ചെയ്യുകയല്ലേ, പറയുകയല്ലേ? സനീഷേ, കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ശ്രീ PM മനോജ് പറഞ്ഞ വാദങ്ങളെല്ലാം ഞാൻ കേട്ടു. ഞാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയതല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാർ എൻ്റെ വീട്ടിലോ രാഹുൽ ഗാന്ധിജിയുടെ വീട്ടിലോ പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത പുറത്തു വരുന്നത് കോൺഗ്രസിന് ക്ഷീണമാണ്, കോൺഗ്രസിന് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം CPMനല്ലേ ക്ഷീണം. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും, അത് വയനാട്ടിൽ നിന്നും ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കണം. താങ്കൾ പറയുന്നത് ശരിയല്ല. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മേൽ വെക്കരുത്. വാർത്തകളല്ല പുറത്തു വരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം പിന്നാലെ നടക്കുന്നു, കയറി ഇറങ്ങുന്നു, അദ്ദേഹത്തെ തടയാനെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്, മാധ്യമങ്ങളോ വാർത്തകളോ അല്ല. അത് PM മനോജിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ? രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നാൽ അത് ഇടതുപക്ഷത്തിനോട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് റോങ് സിഗ്നലാകും, തെറ്റായ മെസ്സേജ് ആകും എന്ന് PM മനോജ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ?
അവർ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയാണ് നേതാവ്. കേൾക്കുന്ന ആളുകൾ ചിരിക്കുകയല്ലേ? PM മനോജ് പറയുന്നത് കേട്ട് എന്ന് വെച്ചാൽ CPM പറയുന്നത് കേട്ടിട്ട് ഈ രാഹുൽ ഗാന്ധി നിലപാട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് പരിഹാസ്യമാണ്. അതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു പരിഹാസ്യമായ കാര്യമല്ലേ? PM മനോജും CPM പറയുന്നത് കേട്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്ന എത്രക്ക് പരിഹാസ്യമായ കാര്യമാണ്. സനീഷേ, താങ്കളും മനോജും ഒരേ ഭാഷയിൽ സംസാരിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ചില ഘട്ടങ്ങളിൽ പറയുന്നു ഇത് കോൺഗ്രസിനാണ്. ഇവിടെ വെളിവായ കാര്യം എന്താണ്? ഇല്ല, ജനങ്ങൾ ഒറ്റ കാര്യമേ ഇക്കാര്യത്തിലുള്ളൂ. ഞാൻ പറയാൻ അനുവദിക്കണം. ഒറ്റ കാര്യമേ ഇക്കാര്യത്തിലുള്ളൂ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന് കേരളത്തിന്റെ ആഗ്രഹം ശ്രീ ഉമ്മൻചാണ്ടി മാധ്യമ സുഹൃത്തുക്കളോട് പങ്കിട്ടു. അത് ശരിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പിന്നീട് പറയുകയുണ്ടായി. KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ആവശ്യം രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അത് ആഗ്രഹമാണ് ഞങ്ങളുടെ. ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഹുൽജി വരണമെന്ന്. വയനാട്ടിൽ മത്സരിക്കണം ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാർ വലിയ ആവേശത്തിലായിരുന്നു. ആ പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ ചില പാർട്ടി പ്രവർത്തകർക്ക് നിരാശയുണ്ട്. അത് സത്യമാണ്. ഇത് മാത്രമേ ഉള്ളൂ സത്യം. എന്നാൽ അന്തരീക്ഷത്തിൽ മറ്റൊരു കഥ പരക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കരുത്, മത്സരിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അദ്ദേഹം ഏറ്റുമുട്ടും, BJPയുടെ അല്ല ഏറ്റുമുട്ടൽ എന്ന റോങ് സന്ദേശം വരും എന്ന് ആദ്യം പറഞ്ഞത് കോടിയേരിയാണ്, പിണറായിയാണ്, CPM ആണ്. അതിന്റെ അർത്ഥം എന്താ? അവർ ഭയക്കുന്നു. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ ഇത്രകാലം ആക്ഷേപിച്ചിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നാൽ ഞങ്ങൾ കടയും പൂട്ടി പോകേണ്ടി വരും എന്ന് CPM പറഞ്ഞാൽ അതാണ് ആക്ഷേപം. വളരെ കൃത്യമായിട്ട് കാര്യമാണ് ശ്രീ പഴകുളം മധു. താങ്കൾ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അദ്ദേഹം പറയുന്നത് മാത്രമായിട്ട് എടുക്കുക, അദ്ദേഹം മാത്രമായിട്ട് പറയുന്നത് മാത്രമായിട്ട് പരിഗണിച്ചെടുക്കുക. ഞാൻ തിരിച്ചു വരാം ശ്രീ പഴകുളം മധു താങ്കളിലേക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി പഴകുളം മധു വരെയുള്ള ആളുകൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന്. സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തൊട്ട് PM മനോജ് വരെയുള്ള ആളുകൾ ആഗ്രഹിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരരുത് എന്ന്. ഒടുവിൽ നടപ്പാകുന്നത് CPM, യെച്ചൂരി തൊട്ട് PM മനോജ് വരെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നടപ്പാകുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ പാർട്ടിക്കാർ, ഉമ്മൻചാണ്ടി പോലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ആഗ്രഹിക്കുന്ന കാര്യം നടപ്പാകുന്നില്ല. എന്തൊരു പരിഹാസ്യമായുള്ള രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് ഈ തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന കാര്യം ഇവർക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാകണം ഇങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്ന രാഷ്ട്രീയ അബദ്ധങ്ങൾ? ശ്രീ CR നീലകണ്ഠൻ, അവരുടെ ഭാഗത്ത് നിന്ന്. അല്ല, അതിൽ കോൺഗ്രസ്സിന് ആര് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. രാഹുൽ ഗാന്ധി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20 മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹിക്കാം. സ്വാഭാവികമാണ്, അവർക്ക് അത് നല്ല കാര്യം. ഏത് പാർട്ടിക്കും അതുണ്ട്. അവരുടെ നേതാവ് തീരുമാനിക്കും, അവരുടെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും. അവരാര് വന്നാലും അത് AICC പ്രസിഡൻ്റായാലും KPCC പ്രസിഡൻ്റായാലും DCC പ്രസിഡൻ്റായാലും അവർ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഏറ്റുമുട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷവുമായാണ്. ഒരു പക്ഷേ തിരുവനന്തപുരം പോലെ എനിക്കറിയില്ല, ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പറയുന്ന സ്ഥലത്തൊഴിച്ചാൽ നേരിട്ട് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി വന്നാലും വന്നില്ലെങ്കിലും അതൊരു സത്യവുമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവിടെ തെറ്റുപറ്റിയത് ഇവർക്ക് ഒരാൾക്ക് മാത്രമല്ല. ഇപ്പം നേരത്തെ ഇങ്ങനെ KPCC പ്രസിഡന്റ് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് മുഖ്യമന്ത്രിയും അതുപോലെ ഇപ്പോൾ PM മനോജ് വരെയുള്ള ആളുകളാണ്. അവരാര് വേണമെങ്കിൽ വന്നോട്ടെ. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ഇടതുപക്ഷമാണ് കേരളത്തിലെങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്ക ഗാന്ധിയല്ല, ആര് വേണമെങ്കിൽ വന്നോട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടിയിരുന്നത്. അല്ലാതെ പറഞ്ഞാൽ അതിൽ പിന്നെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അന്തർധാരിയൊക്കെ പറഞ്ഞെടുത്താണ് പ്രശ്നമായത്. സന്ദേശം സിനിമയിൽ പറഞ്ഞ പോലെ ഒരു സന്ദേശമാണത്. അങ്ങനെ ഒരു വാചകം പറയേണ്ട ഒരു കാര്യമേ ഇല്ല. രാഹുൽ ഗാന്ധി വരട്ടെ, രാഹുൽ ഗാന്ധി എന്താ കുഴപ്പം, PP സുനീർ നേരിടട്ടെ എന്ന് പറയുന്നതിന് പകരം ഒരു പ്രത്യയശാസ്ത്ര ഒരു ചട്ടക്കൂട് അതിനുണ്ടാക്കി എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല, കോടിയേരി പോലെയുള്ള ആളുകൾ പറഞ്ഞത് കുറച്ചുകൂടി കടത്തിയിട്ട് അമേധിയിൽ തോൽക്കും, അതുകൊണ്ട് ഇവിടെ വന്നു എന്ന രൂപത്തിലൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ വന്നു. BJPക്കാർക്ക് അത് സഹായകമായി. അത് ഒന്നാമത്തെ പ്രശ്നം. ഈ സാധനം മറുവശത്ത് ഇപ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമദയനീയമായ അവസ്ഥയിലാണ്. പരമദയനീയമായ അവസ്ഥ. കാരണം ഇപ്പം ഇന്ന് മുല്ലപ്പള്ളി പറഞ്ഞ കമൻറ്റ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാലത്ത് പറയാൻ പാടില്ലാത്തതാണ്. ഒരു കാലത്ത് പറയാൻ പാടില്ല.
ഇനി സീതാറാം യെച്ചൂരി നേരിട്ട് ചെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന് ഉറപ്പുണ്ടെങ്കിൽ പോലും അക്കാര്യം രഹസ്യമായി വെക്കേണ്ട ആദ്യത്തെ പണി, എന്നിട്ട് രാഹുൽ ഗാന്ധി വരാതിരിക്കുകയാണെങ്കിൽ. ഇനി ഒരു കാര്യം ഞാൻ പറയാം സനീഷേ, കഴിഞ്ഞ തവണയും ഞാനിത് പറഞ്ഞു, രാഹുൽ ഗാന്ധി കേരളത്തിൽ വരില്ല എന്ന് ആദ്യം മുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം കുറച്ച് പൊളിറ്റിക്കൽ സെൻസുള്ള ആളാണ്. ഒരുപക്ഷെ കർണാടകത്തിൽ മത്സരിച്ചേക്കാം, അല്ലാതെ കേരളത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ബോധപൂർവം ഉണ്ടാക്കിയ ഹൈപ്പാണോ കോൺഗ്രസ്? അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ ഒരു ചതിക്കുഴിയിൽ കോൺഗ്രസ് തന്നെ വീണതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വീണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഇന്ന് ഈ പ്രലപനമുണ്ടല്ലോ, അത് വളരെ അപകടം പിടിച്ച ഒരു സംഗതിയാണ്, നാണം കെട്ട ഒരു സംഗതിയാണ്. വേറെ പാർട്ടിക്കാർ ഞങ്ങളെ പറയുന്നു, മാധ്യമങ്ങൾക്ക് പറയാം. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ കാണിക്കുന്നു സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയായിട്ട് സോണിയാഗാന്ധിയായിട്ട് സംസാരിച്ചു, വേറെ ചിലർ സംസാരിച്ചു. അതൊക്കെ മാധ്യമങ്ങൾക്ക് പറയാം. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റ് അത് പറയുന്നതോടുകൂടി കൃത്യമായും ഇവിടെ ഈ ഇപ്പോൾ BJP-ക്കാർ നടത്തുന്ന പ്രചരണത്തിന് സഹായകമാകുന്നു. ആദ്യം ഇടതുപക്ഷത്തിൻ്റെ കമൻറ്റും ഈ പറയുന്ന ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റും യഥാർത്ഥത്തിൽ BJP ഇവിടെ പ്രചരിപ്പിക്കാൻ വളരെ കിണഞ്ഞ് അവരെത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഇവർ തമ്മിൽ അതാണ് എന്ന് പറയുന്ന പൊളിറ്റിക്സിനെ രണ്ടുപേരും BJP-യെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടിലെത്തി എന്നാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും സംശയമില്ലല്ലോ, ഇവിടെ ഈ നരേന്ദ്രമോദി സർക്കാരിന് BJP സംഘപരിവാര പക്ഷത്തിനെതിരായിട്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, രഹസ്യമല്ല. പലയിടങ്ങളിലും സഖ്യമുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് CPM-ഉം കോൺഗ്രസും. തൊട്ട് അടുത്ത തമിഴ്നാട്ടിലടക്കം പലയിടങ്ങളിലും അങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതൊരു രഹസ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ ശരത് പവാർ തൊട്ട് ഇന്നിപ്പോൾ സ്റ്റാലിൻ വരെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയോട് ഈ പറയുന്ന സംഘപരിവാര വിരുദ്ധ പക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നൊരു രാഷ്ട്രീയ സമ്മർദ്ദം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നതെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം മനസ്സിലാകുന്ന രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണെങ്കിൽ, ഇവിടെ പക്ഷേ നല്ല ശത്രുതയിലുള്ള മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകൾ അത് പറയുക എന്നതുകൂടെ രാഷ്ട്രീയമല്ലേ? അതായത് ഇവർ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് വരാതിരുന്നത് എന്ന് സ്വന്തം പാർട്ടിയുടെ അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആവശ്യമായിരിക്കുകയില്ലേ? ഇല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ ആവശ്യമല്ല. അത് മുല്ലപ്പള്ളി പറഞ്ഞത് കൊണ്ടല്ല നാട്ടുകാർ അറിയേണ്ടത്. മുല്ലപ്പള്ളി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. കാരണം നേരെ മറിച്ച് മുല്ലപ്പള്ളിക്ക് ഇങ്ങനെ പറയാം, ഒരു പൊതുവായ ഒരു രാഷ്ട്രീയം കണക്കിലെടുത്ത് ഞങ്ങൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചു എന്നോ കുറച്ചുകൂടിയൊക്കെ സംസ്കൃതം ചേർത്ത്, നേരത്തെ പിണറായി വിജയൻ പറഞ്ഞത് വേറെ തരത്തിൽ സംസ്കൃതം ചേർത്ത് മുല്ലപ്പള്ളിക്ക് പറയാമായിരുന്നു. പക്ഷെ മുല്ലപ്പള്ളിയുടെ പരിചയക്കുറവാണോ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല, അദ്ദേഹം ഒരുപക്ഷെ ബ്ലണ്ടായിട്ട് അത് പറഞ്ഞു കളഞ്ഞു. ബ്ലണ്ടായിട്ട് അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പരാജയമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നേരെ മറിച്ച് വിശാലമായ ഇന്ത്യയുടെ താല്പര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി കർണാടകത്തിലാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നില്ല കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വഴവളം മധു പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. സിദ്ദിഖ് ആദ്യമേ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. അവിടെയാണ് നേരത്തെ സനീഷ് ആദ്യം പറഞ്ഞൊരു പ്രശ്നമുള്ളത്. സിദ്ദിഖ് മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഇറക്കിയൊരു നമ്പറാണോ രാഹുൽ ഗാന്ധി എന്ന ആളുകൾ ചോദിക്കുന്നതിന് കാരണം, സിദ്ദിഖ് എന്തിനാദ്യം പറയണേ? സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞു, സിദ്ദിഖ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ എപ്പോഴായാലും ഒഴിയാം, കൈപ്പത്തിക്കാണ് വോട്ട് ചോദിക്കുന്നത്. നാളെ സിദ്ദിഖ് എന്തിനാ ഞാൻ ഒഴിഞ്ഞു എന്ന് പത്രസമ്മേളനം നടത്തണേ? രാഹുൽ ഗാന്ധി വന്നിട്ടല്ലേ അയാൾ ഒഴിയേണ്ടത്? അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഒഴിഞ്ഞു എന്ന് പറയുന്നത് അവിടെ തന്നെ ഇതിലെ ആ ഒരു ഞാനതിൻ്റെ ഒരു സമഗ്രമായ കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയേണ്ടത് എന്താണ്? രാഹുൽ ഗാന്ധി വന്നാൽ അതിപ്പോ സിദ്ദിഖ് പറയണ്ട. നീലകണ്ഠൻ തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിലും രാഹുൽ ഗാന്ധി വരികയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ്. അക്കാര്യം അതാണ് അതിൻ്റെ വസ്തുത എന്ന് ആദ്യം മുതലേ ഒരു നിലപാടായിട്ട് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇദ്ദേഹം വന്നേക്കാം എന്ന സൂചന വന്നപ്പോൾ തന്നെ, ഉമ്മൻചാണ്ടി അത് പറയുകയും വാർത്താമാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തപ്പോൾ തന്നെയും പിണറായി വിജയൻ ഇത് രാഷ്ട്രീയമായിട്ട് പിശകായ നിലപാടാണല്ലോ എന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യത്തെ കൂടെ വിമർശവിധേയമാക്കുന്നുണ്ട് അദ്ദേഹം. അതും നിങ്ങളുടെ പ്രതികരണവും ശരിയല്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോഴിത് പറയുന്നത്. BJP-ക്കാർ കൂടെയുള്ള കേരള സമൂഹം ശരിയാണല്ലോ, ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്, ഇവർ ചെന്ന് തടഞ്ഞതായിരിക്കാം എന്ന് ചിന്തിക്കാൻ ഇടയാക്കുക, അങ്ങനെയല്ലേ? എന്ന് അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല.
പക്ഷേ അന്ന് ഈ വാർത്ത വന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്, മുഖ്യമന്ത്രി പ്രതികരിച്ചത് വളരെ കൃത്യമായിട്ടായിരുന്നു. രാഹുൽ വന്നാലും വന്നില്ലെങ്കിലും മത്സരം രാഷ്ട്രീയമായി നടക്കും, അതിലൊരു തർക്കവുമില്ല. പിന്നെ രാഹുൽ വരുന്നോ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മത്സരം കൊണ്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ഒറ്റ ചോദ്യം, അതിലപ്പുറമില്ല ഇപ്പുറമില്ല. ആ സന്ദേശം എന്താണ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് തീരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് രാഹുൽ ഗാന്ധി വന്ന്, ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ 2014 തെരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ മത്സരിച്ചത്. അവിടെ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വലിയ തരംഗമുണ്ടാക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ 2 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങിപ്പോകുമായിരുന്നോ? രാഹുലും സോണിയ ഉണ്ടല്ലോ റായ്ബറേലിയിൽ. അപ്പോൾ ഇവർ രണ്ടാളും ഉണ്ടാകുമ്പോൾ ഉത്തർപ്രദേശ് തൂത്തു വാരേണ്ടതായിരുന്നില്ലേ? രാഹുൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും എവിടെ മത്സരിച്ചില്ല, 3 തവണയല്ലേ അവിടെ അമേത്തിയിൽ മത്സരിച്ചത്. ഇത് പടവലങ്ങനെ പോലെ താഴോട്ട് പോവുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് കേരളത്തിൽ വളരെ രാഷ്ട്രീയമായ വോട്ടറേറ്റാണ്. കേരളത്തിൽ ഇത്രയും രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്ന ആളുകൾ വയനാട് പോലത്തെ ഒരു മണ്ഡലത്തിൽ രാഹുൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കേരളം അപ്പാടെ അങ്ങ് ചൂണ്ടി എടുത്തു കളയാം എന്നല്ല ഇവർക്ക് വ്യാമോഹിക്കാം. ആ വ്യാമോഹവും യാഥാർത്ഥ്യം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഈ വയനാട് മണ്ഡലം തന്നെ സുരക്ഷിതമല്ല എന്നാണ് അവിടുത്തെ കണക്ക് സൂക്ഷിക്കുന്നത്, അത് വേറെ കേസാണ്. ഇവിടെ രാഹുൽ അന്ന് വരാനുണ്ടായ കാരണം വടകര പോലെ തന്നെയാണ്. വടകരയിൽ CPM അതിശക്തനായ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചു. അവിടുത്തെ KPCC പ്രസിഡൻ്റാണ് അവിടുത്തെ സിറ്റിംഗ് MP ഒളിച്ചോടി. AICC ജനറൽ സെക്രട്ടറിയാണ് ആലപ്പുഴയിലെ സിറ്റിംഗ് MP ഒളിച്ചോടി. പ്രമുഖ നേതാക്കൾക്കാർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വടകരയിൽ ഏകപക്ഷീയമായി CPIM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് കൊണ്ടുപോയത്. തിരുവനന്തപുരം ജില്ലയിലെ MLA. എന്നിട്ടോ നിങ്ങൾ വയനാടിൻ്റെ കാര്യം പറയുന്നു, വടകര ഇതുവരെ നിങ്ങൾ പ്രഖ്യാപിച്ചോ? എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? അത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? ഇനിയിപ്പോൾ അതും പറയും, വടകര P ജയരാജൻ പോയിട്ട് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇത് പ്രഖ്യാപിക്കാത്തതെന്നും കൂടി നിങ്ങൾ പറയും. അങ്ങനെയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് വടകര പ്രഖ്യാപിക്കാത്തത്? അപ്പോൾ ഇവർക്ക് ഇങ്ങനെ രാഷ്ട്രീയമല്ല, BJP-യോടുള്ള എതിർപ്പല്ല, ദേശീയ രാഷ്ട്രീയമല്ല, കേരളത്തിലെ രാഷ്ട്രീയമല്ല, ഇവർക്ക് ഇതുപോലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ പോലെ ഗിമ്മിക്ക് വേണമായിരുന്നു. അങ്ങനെ ഒരു ഗിമ്മിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര്, രാഹുൽ ഗാന്ധിയുടെ പേര് ഇവർ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഔചിത്യബോധം വേണ്ടേ? IACC-യുടെ പ്രസിഡൻ്റല്ലേ രാഹുൽ ഗാന്ധി? അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന് AICC അല്ലേ പറയുക? അല്ലെങ്കിൽ അദ്ദേഹം കൂടിയല്ലേ തീരുമാനിക്കുക? അതുപോലും പറയാതെ ഇങ്ങനെ ഒരു നാടകം. DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റാണോ AICC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കുക? അതാണ് ഞാൻ ഒഴിയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ കേരളത്തിന്റെ ആകെ തന്നെയും ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തിനൊപ്പം നിന്ന് അത് ഒരേ അഭിപ്രായം പറയുന്നെന്ന് തോന്നൽ ചിലപ്പോൾ താങ്കൾക്കുണ്ടാകുമായിരിക്കും. പക്ഷെ അങ്ങനെ തോന്നും ആളുകൾക്ക്. എന്തുകൊണ്ടെന്നോ, ഇതൊരു വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു. ഇത് തിരിച്ചു പിടിക്കാനുള്ള എന്താണ്, നിങ്ങളുടെ ഇന്ത്യയെ ഞങ്ങൾ വീണ്ടെടുക്കും എന്നതൊക്കെയാണ് നിങ്ങളുടെ പ്രചാരണ വാചകമായിട്ട് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഈ സമയത്ത് 24 ദിവസങ്ങൾ മാത്രം ഈ നിർണായകമായ വോട്ടെടുപ്പിന് ബാക്കിയുണ്ടായ അവസരത്തിൽ ഈ പറയുന്ന റാഫേലോ ചൗക്കിദാറോ അത്തരം രാഷ്ട്രീയ വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്യപ്പെടാനാകാത്ത വിധം രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന ചർച്ചകളിലേക്ക് നാടിനെ ആകെ കൊണ്ടുവന്ന് തള്ളുകയാണ് നിങ്ങളുടെ നേതാക്കൾ ചെയ്തത്. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടരുത്, ഇങ്ങനെ ചില ഗിമ്മിക്കുകൾക്കകത്തൂടെ ചർച്ചകൾ പോകട്ടെ എന്ന് മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇന്നടക്കം തീരുമാനിച്ചതിൻ്റെ ബാക്കിയായിട്ടാണോ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ? അതൊരു നാടകം മാത്രമായിരുന്നോ? അതുകൊണ്ടുള്ള നേട്ടം എന്താണ് നിങ്ങൾക്ക്? സനീഷെ, ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ CR നീലകണ്ഠൻ ഇവിടെ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ ശരിയായ അഭിപ്രായങ്ങളാണ്. എന്നാൽ അദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്താണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവുകൊണ്ടാണ്, അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ 100% വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നു, അവരുടെ ഗതികേടാണ്, ആ ഗതികേടിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സനീഷിന് ഏതർത്ഥത്തിലാണ് എടുത്തത് എനിക്കറിയില്ല. PM മനോജ് അതിനെ വക്രീകരിച്ച് കാണുന്നതിൽ ഞാൻ അത്ഭുതം കാണുന്നില്ല. പക്ഷെ സനീഷും പറയുന്നത് PM മനോജിന്റെ വാക്കുകൾ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം എന്താണ് നിരാശരായിരിക്കുന്നു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി പറഞ്ഞത് കോൺഗ്രസിനെ CPM സ്വാധീനിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഗതികൾ, അതിനെ കാണേണ്ട കാര്യമില്ല, അത് ശരിയല്ല. ബഹുമാനായ KPCC പ്രസിഡന്റ് ഇന്ന് വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി ഗതികേട് പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ അങ്ങും ഇങ്ങും കറങ്ങി നടപ്പുണ്ട്, ഉറക്കമില്ലാതെ കുളിരും പനിയും വന്ന് CPM സെക്രട്ടറി നടപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്തും. അത്രമാത്രമേ ആ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ.
പക്ഷെ PM മനോജ് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് 2014 രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, UP അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. ശ്രീ മനോജ്, 2014 രാഹുൽ ഗാന്ധി അല്ല 2019 രാഹുൽ ഗാന്ധി. 2014 രാഹുൽ ഗാന്ധി ഇത്രമാത്രം പ്രാപ്തനായിരുന്നു. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു പോയിന്റ് കൂടെ നേരത്തെ മനോജ് മുന്നോട്ട് വെച്ച ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്നതിന് അദ്ദേഹം മറ്റൊരു പോയിന്റ് മുന്നോട്ട് വെച്ചു. മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഉത്തരേന്ത്യയിൽ വലിയ ക്ഷീണമുണ്ടാക്കും. ഹിന്ദു സൗമ്യ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി നടക്കുന്ന നിങ്ങൾക്ക് ലീഗിനൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ഒരു മണ്ഡലമുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നത് രാഷ്ട്രീയമായി ക്ഷീണമാണ് എന്ന ശരിയല്ലാത്ത തോന്നൽ, അതാണ് നിങ്ങളെ നയിക്കുന്നത് എന്നൊരു ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വെച്ചല്ലോ. അത് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ വലിയ ആക്ഷേപമായിട്ട് CPM മുന്നോട്ട് വെക്കുന്ന കാര്യമായിരിക്കും. അത് ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും വയനാട് പോലൊരു മണ്ഡലത്തിൽ. സനീഷേ, ഇതെല്ലാം കാര്യങ്ങളെ യഥാർത്ഥമായ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് CPM-നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന ന്യായങ്ങളാണ്. ശരിയായിട്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണ്? മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗ് വോട്ട് അവിടെ നിർണായകമായി ഉണ്ട്, ഞങ്ങൾ തള്ളിക്കളയുന്നൊന്നുമില്ല. കേരളത്തിലെ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും ശക്തമായ മണ്ഡലമാണ് വയനാട്. ആ വയനാട് മണ്ഡലത്തിൽ ഏത് കോൺഗ്രസ് നേതാവ് മത്സരിച്ചാലും ജയിക്കും. ഞാൻ ഒരു കാര്യം കൂടി അടിവരായിട്ട് പറയാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ CPM പാർട്ടിയുടെ കട പൂട്ടാൻ പോവുകയാണ്. ഒറ്റ സീറ്റിലും CPM സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ. PM മനോജ് പറഞ്ഞല്ലോ, ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറി മത്സരിക്കാത്തത് പരാജയ ഭീതി കൊണ്ടാണെന്ന്. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ആ കാര്യത്തെ പോലും ഇങ്ങനെ ലജ്ജാകരമായി വളച്ചൊടിക്കാൻ PM മനോജിന് മാത്രമേ കഴിയൂ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചാൽ വയനാടിനെ കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല. വയനാടിന്റെ കുറ്റമേറ്റെടുക്കാൻ നേതാക്കളില്ല, CPM-ന്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലപ്പുഴയിലും മറ്റുമൊക്കെ പോകുന്നത്. വയനാട്ടിൽ വയനാട് എന്താ പ്രശ്നം? താങ്കൾ PM മനോജ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? KPCC പ്രസിഡന്റ് മത്സരിക്കാൻ ഭയന്നു എന്ന് മനോജ് പറഞ്ഞ ഉത്തരം ഞാൻ പറയണ്ടേ? KPCC പ്രസിഡന്റ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മത്സരിക്കാത്ത എന്തുകൊണ്ടാണ് നാട്ടുകാരോട് ആവർത്തിച്ച് ആ ഘട്ടത്തിൽ തന്നെ പറയുന്നത്. പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക യഥാർത്ഥ ചോദ്യത്തിന്, വയനാടിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണെന്നാണ്. എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? ഏത് ചോദ്യം? ഏത് ചോദ്യം താങ്കൾ ചോദിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയാബദ്ധം സംഭവിച്ചതുകൊണ്ട് അത് നിങ്ങൾ CPM-ന് മേലിടുകയല്ലേ? അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കുന്നതിന് കാരണം മുസ്ലിം ലീഗിന്റെ കൊടിക്കൊപ്പം നിങ്ങളുടെ കൊടി ചേർത്ത് വെച്ച് കെട്ടിയാൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് ക്ഷീണമുണ്ടാകുമെന്നത് കൊണ്ടല്ലേ? ഇതാണ് ചോദ്യം. അത് PM മനോജ് കാര്യങ്ങളെ വക്രീകരിക്കുന്നത് സനീഷും ഈ ചാനലും ഏറ്റുപിടിക്കുകയാണ്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്ന CPM-ന്റെ ആരോപണത്തെ എന്നും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൊടിക്കൊപ്പം കെട്ടിത്തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ്, കോൺഗ്രസ് അംഗീകരിക്കുന്നു. വയനാട്ടിൽ ലീഗിന് വോട്ടുണ്ട്, അതിനേക്കാൾ വോട്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് വയനാട്. രാഹുൽജിയെ കൊണ്ടുവരുന്നത് ദക്ഷിണേന്ത്യയിൽ BJP-യുടെ പടയോട്ടം തടയാനാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്ന് അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ. വരട്ടെ രാഹുൽ ഗാന്ധി. CPM-കാർ എവിടെ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും നിങ്ങളുടെ നേതാക്കളോട് ആവശ്യപ്പെടൂ, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരും, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടിക്കൊപ്പം ചേർത്ത് കെട്ടി തന്നെ വോട്ട് പിടിക്കും, CPM-നെ CPI-യെ അവിടെ നോടിക്കും എന്ന് പറയൂ, ആവശ്യപ്പെടൂ. രാഹുൽ ഗാന്ധി വരട്ടെ, ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയൂ. സനീഷേ, ഇതിനെല്ലാം തള്ളിക്കളയുന്നു. മനോജിന്റെ പാർട്ടിക്ക് ഗതികേടാണ്. കേരളത്തിലെ CPM നിഷ്പ്രഭമാകാൻ പോവുകയാണ്. ഈ പാർട്ടി നിഷ്പ്രഭമാകാൻ മനോജ ഉത്തരം പറയാൻ അനുവദിക്കൂ, താങ്കൾക്ക് സമയം കിട്ടുമല്ലോ. കേരളത്തിലെ CPM പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടെ നിഷ്പ്രഭമാകാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന എവർക്കെന്തിനാണ് ഭയം? ഞങ്ങളുടെ നേതാവ് മത്സരിക്കാൻ ഞങ്ങളല്ലേ തീരുമാനിക്കുക. താങ്കളും താങ്കളുടെ മുഖ്യമന്ത്രി അതായത് ഒരു KPCC അധ്യക്ഷൻ മറ്റൊരു പാർട്ടി ഞങ്ങൾ ദയനീയമായിട്ട് പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ്.
ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഇതാ ഇവർ വന്ന് തന്ത്രങ്ങൾ കൊണ്ട് തടയുകയാണ് എന്ന് പൊട്ടിത്തെറിക്കുകയാണ്. എന്തൊരു രസകരമായിട്ടുള്ള എന്തൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ശ്രീ പഴകുളം മധു. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതും ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കേണ്ടുന്ന രാഷ്ട്രീയ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ, ശരിയല്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കണം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി തുടങ്ങിയ ആളുകൾ എന്ന് ആവർത്തിച്ച് വരുന്നത്? ഈ വിഷയത്തിൽ തന്നെ നിൽക്കാൻ അവർക്ക് എന്തെങ്കിലും താല്പര്യം കൂടുതൽ ഉണ്ടാകുമോ? അതോടൊപ്പം ചേർത്തിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും അറിയുന്ന രാഹുൽ ഗാന്ധി ഇത്രമാത്രം ലിസ്റ്റുകൾ പുറത്തുവിട്ടതിന് ശേഷം പോലും ഇങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ വല്ലാത്ത മട്ടിൽ നടന്നു പോകുമ്പോഴും വയനാട്ടിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം പറയാത്തത് എന്തുകൊണ്ടായിരിക്കണം? അപ്പോൾ എന്തോ ഒരു രാഷ്ട്രീയ തന്ത്രം ഒരുപക്ഷെ ഈ വലിയ നേതാക്കൾ ഇതിനകത്തുകൂടെ നടന്നുണ്ടാകുമോ? അല്ല, കേരളത്തിലെ നേതാക്കളുടെയും രാഹുൽ ഗാന്ധിയുടെയും ആവശ്യങ്ങൾ രണ്ടാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില സ്കോറുകൾ, ഇവിടെ ആഭ്യന്തരമായ സ്കോറുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഒക്കെ ആവാം. അതിൻ്റെ ഭാഗം കൂടിയാണ് രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ട്രോൾ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ടല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ നമ്മുടെ KPC പ്രസിഡന്റും ഒക്കെ അന്ന് പറഞ്ഞ ഭാഷയല്ല ഇപ്പോൾ പറയുന്നതെന്നുള്ളതും അന്ന് പറഞ്ഞ വാക്കല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളതും നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇവരൊരു ആഭ്യന്തരമായി ഇവരെ ഒരുപക്ഷെ ചില സ്കോർ സെറ്റിൽ ചെയ്യുന്ന ഒരു വശത്ത്, മറുവശത്ത് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി ഒന്നും ഉണ്ടാകേണ്ടതില്ല, അതോടുകൂടി തന്നെ UDF അങ്ങ് എല്ലാ സ്ഥലത്തും ജയിച്ചു പോകും എന്ന ഒരു ആത്മവിശ്വാസം അങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനൊന്ന് ശ്രമിക്കുക. ആരാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അത് പരാജയപ്പെട്ടതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മറ്റ് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇനിയിപ്പോൾ ഇതല്ലാതെ മറ്റ് വിഷയങ്ങളിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത്, ഇത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. നിരവധി നൂറുകണക്കിന് രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ട്, ഒരുപക്ഷെ UDFന് കേരളത്തിലെ വിഷയങ്ങളുണ്ടാവാം, ശബരിമല എന്ത് വേണമെങ്കിലും ആവാം. നിരവധി വിഷയങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിലേക്ക് മാത്രം എനിക്കതിൽ മാധ്യമങ്ങളോട് പോലും കുറച്ച് പരാതിയുണ്ട്. ഇത്രയൊക്കെ വലിയ വിഷയമാണോ അത്? രാഹുൽ ഗാന്ധി വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം എന്നല്ലാതെ ഇതിനെ ഒരു മഹാവിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ഇതാണ് എന്ന രൂപത്തിൽ കൊണ്ടുവന്നത്, അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ ഇവിടത്തുള്ള നേതാക്കന്മാർക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നില്ല ദേശീയ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റെവിടെയെങ്കിലും ഇത് തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇട്ടു, കർണാടകയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇട്ടു, ബിദറിലോ അതുപോലെ സ്റ്റേറ്റിലോ ശിവഗംഗയിലോ ഒക്കെ മത്സരിക്കുന്നൊക്കെയുള്ള ഇതുപോലെ വാർത്തയുണ്ടായിരുന്നു. അവിടെയൊന്നും ഇങ്ങനെ ചർച്ച നടക്കാത്തത് എന്താ? അതിന് കാരണം ഇത് കേരളത്തിലെ മാത്രം ആഭ്യന്തര ഒരു താല്പര്യമാണ് ഈ ചർച്ചയിൽ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നതോ. ഇപ്പം ഞാൻ KPC പ്രസിഡന്റിനെയോ ഒന്നും കുറ്റം പറയില്ല. രാഹുൽ ഗാന്ധി വന്നാൽ അവർക്ക് ഗുണമുണ്ടാവും. ഞാൻ മറ്റേ ഇദ്ദേഹത്തിൻ്റെ മനോജിൻ്റെ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി വന്നാൽ UDFന് ഗുണമുണ്ടാവും എന്ന് ന്യായമായി അവർക്ക് പ്രതീക്ഷിക്കാം. അത് ശരിയുമാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെയല്ല അതിനെ കാണുന്നത്. അതാണ് ഞാൻ തിരിച്ചു പറയാൻ താങ്കളിലേക്ക്. രാഹുൽ ഗാന്ധി ഇങ്ങനെയല്ല ശ്രീ PM മനോജ് കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള ആളുകൾ കാണുന്നത് പോലെ മാത്രമായിട്ട് കാണുക സാധ്യമല്ല. ഇവിടെയുള്ള ആളുകൾക്ക് എതിർക്കുക, അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് CPM എതിർപക്ഷത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ, അതിശക്തമായിട്ട് എതിർക്കേണ്ടുന്ന നിലയാണ് ഇവിടെയുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അത് അങ്ങനെയല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറയുന്ന സർക്കാരിനെതിരെ, നരേന്ദ്രമോദി പക്ഷത്തിനെതിരെ നിന്നെല്ലാവരും ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒന്നിച്ചു നിന്ന് ഒരേ ലക്ഷ്യമാണ് എല്ലാവർക്കും, ഈ സർക്കാരിനെ ഇറക്കുക എന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ആശയവിനിമയം നടന്നിട്ടുണ്ടാകില്ല എന്നെങ്ങനെയാണ് പറയുക? സ്റ്റാലിൻ പരസ്യമായി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ ശരത് പവാറിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പ്രതിപക്ഷത്തെ ഇങ്ങനെ ദുർബലപ്പെടുത്തരുത് എന്ന നിലപാടിലേക്ക് പോവുകയും അത് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കുന്ന രാഹുൽ ഗാന്ധി പിന്നോട്ട് പോവുകയും ചെയ്തു എന്ന് കാണുമ്പോൾ മുല്ലപ്പള്ളി പറയുന്നതിനെ പൂർണ്ണമായി തള്ളിക്കളയുക സാധ്യമാണോ? പരിഹസിക്കുന്നത് ശരിയായിരിക്കുമോ? അതല്ല അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ശ്രീധരൻ പിള്ളയും പോലുള്ള കുറേ ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരുന്ന് ഞങ്ങളെ പണി എളുപ്പമായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാജ്യത്ത് നമുക്കെല്ലാം അറിയാം, ഒരു സംശയമില്ല, രാജ്യത്ത് എന്ത് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, BJPയും കോൺഗ്രസും തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടുന്നത്, ഇടതുപക്ഷത്തിൻ്റെ റോൾ എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് അറിയാം. അതൊക്കെ അറിയുമായിരിക്കെ ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഞങ്ങളാരും ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ വരികയോ വരാതിരിക്കുകയോ മത്സരിക്കുകയോ വയനാട്ടിലോ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ വടകരയോ എവിടെയെങ്കിലും മത്സരിച്ചോട്ടെ, ഞങ്ങളതിനെതിരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു സംശയം ഉന്നയിച്ചതേ ഉള്ളൂ. ഇത് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അവർ തീരുമാനിക്കേണ്ടതല്ലേ?
ആ തീരുമാനം രാഷ്ട്രീയമായിട്ടായിരിക്കും. പക്ഷേ ആ തീരുമാനം അവർ പ്രഖ്യാപിക്കാത്തതും ഈ പാതി വഴിക്ക് പാതി വെന്ത തീരുമാനം പുറത്തു വിടുന്നതും പിന്നെ പൂർണ്ണമായും വെന്തത് അടച്ചു വെക്കുന്നതും ഒക്കെയാണല്ലോ ഇവിടെ പ്രശ്നം. അപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല പ്രശ്നം. രാഹുൽ വന്നാലും രാഹുൽ ബ്രിഗേഡ് മൊത്തം ഇവിടെ വന്ന് മത്സരിച്ചാലും ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസിനെ നേരിടുമല്ലോ. കേരളത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമല്ലോ. ഇപ്പോൾ രാഹുൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വയനാട്ടിലെ പി സുനീറിനെ മാറ്റിയിട്ടില്ലല്ലോ. പി സുനീർ വളരെ ശക്തമായി ഇവിടെ മുന്നേറുകയാണല്ലോ. മറ്റേ ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ 20 മണ്ഡലങ്ങളിൽ LDF ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് പഴകുളം മധുവായാലും നമ്മൾ ആരായാലും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇന്ന് അവിടെ DCC അല്ല ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഭൂരിപക്ഷത്തിലെ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിജയസാധ്യതയെ പോലും ബാധിക്കുന്ന രീതിയിൽ വയനാട്ടിലെ കാര്യം ഇവര് വലിയ ഉറപ്പ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന് ഇവർ പറയുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് സുരക്ഷിത സീറ്റിൽ മത്സരിപ്പിക്കാൻ വെച്ച സീറ്റ് എന്നൊക്കെയാണല്ലോ വയനാട് പറയുന്നത്. ആ വയനാടിനെ കുറിച്ച് ഇവരുടെ ഈ കൊള്ളരുതായ്മ കൊണ്ട് ഇവരുടെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുന്നു, ഇതാ വിജയസാധ്യത പോലും ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു എന്ന്. അബദ്ധത്തിലേക്ക് അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലീഗ് അവരുടെ എതിരഭിപ്രായം പറയുന്നു. VV പ്രകാശ് DC പ്രസിഡന്റ് അവിടെ സ്ഥാനാർത്ഥിയെ ഉചിതമായ ആളെ നിശ്ചയിക്കുമെന്ന് പറയുന്നു. ഉചിതമായ ആളെ നിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് അവിടെ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ നേരത്തെ അവിടെ T സിദ്ദിഖ് ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ കുഴപ്പമായി തുടങ്ങുന്നു എന്ന സൂചനകൾ ഈ ദിവസങ്ങളിലുണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഈ പറയുന്ന 3 നേതാക്കളാണ് എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ വരുന്നില്ലേ? അതൊരു അബദ്ധമായതുകൊണ്ട് അതിനെ വഴിതിരിച്ചുവിടാനുള്ള എങ്ങനെയെങ്കിലും വഴിതിരിച്ചുവിടാനുള്ള ഡിപ്രസ്ഡ് ആയിട്ട് ശ്രമമായിട്ടല്ലേ മുല്ലപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള കടന്ന അബദ്ധ പറച്ചിലുകളെ കാണേണ്ടത്? അല്ല, താങ്കളും PM മനോജും ഒരേ വോയിസിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് ഞാനത് വിമർശിക്കുന്നില്ല, നടക്കട്ടെ. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? താങ്കൾ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. PM മനോജിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അദ്ദേഹം പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ആവർത്തിച്ച് പറയണ്ട. താങ്കൾ പറയൂ, പോയിന്റ് പറയൂ. അല്ല, ചേട്ടൻ്റെയും എൻ്റെയും സ്വരം ഒരുപോലെയാണെന്ന് തോന്നിയോണ്ട് പറയുന്നേ ഉള്ളൂ. ഞാൻ സനീഷിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് പറയല്ല. അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യം സത്യത്തിലില്ല. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. മത്സരിക്കും എന്ന് ഒരാളും പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കാനുള്ള അവകാശം AICCക്കാണെന്ന് PN മനോജ് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ അദ്ദേഹം കളിയാക്കി ഉണ്ടായി. മുല്ലപ്പള്ളിയെ പോലെ ഒരാൾ KPCC തലപ്പത്തിരുന്നാൽ അവരുടെ പണി വളരെ എളുപ്പമാകും. കാണാൻ നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ മുല്ലപ്പള്ളി കഴിവെന്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയുള്ളതാണ് എന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. കേരളത്തിലെ എല്ലാ സീറ്റിലും ഇപ്പോൾ ആര് ചോദിച്ചാലും ഇടതുപക്ഷ മുന്നണി ബഹുദൂരം മുന്നിലാണെന്ന് മനോജിനെ പോലെയുള്ള ആൾക്കാർ മാത്രമേ പറയൂ. ഞാൻ ചോദിക്കട്ടെ, PM മനോജ് ഇവിടെ പറയുകയുണ്ടായി, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാലും ഞങ്ങൾ മത്സരിക്കുമായിരുന്നു, സുധീർ മത്സരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ വിവേകം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലാതെ പോയത്, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വലിയ ഒരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഒരു ഭയപ്പാട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അപ്പം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി വന്നാൽ ഭയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കുതന്ത്രം പേയുന്നുണ്ടോ? UPAയിലെ ഏതെങ്കിലും ഘടകകക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇവിടേക്ക് രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ? അതൊരു പ്രസക്തമായ ചർച്ചയാണ്, ഒരു വിഷയമാണ്. അത് നിങ്ങളുടെ പാർട്ടിയുടെ ഗതികേടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ, ആശങ്കകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വികാരം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ വികാരമാണ് അഭിപ്രായ സർവേകളിലൂടെ പുറത്തു വന്നത്. ശ്രീ മനോജ് ഇവിടെ പറയുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? മോഡി തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. പരോക്ഷമായി ഇവർ BJPയെ സപ്പോർട്ട് ചെയ്യുകയാണ്. കോൺഗ്രസ് വരരുത്, ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരരുത്. BJP വന്നാലും കുഴപ്പമില്ല. ഇവർക്ക് BJP വിരുദ്ധത ഇല്ല, ഇവർക്ക് കോൺഗ്രസ് വിരുദ്ധത മാത്രമേ ഉള്ളൂ. ഇവർ കേരളത്തിൽ BJP, നരേന്ദ്രമോദി കേരളത്തിൽ വന്നാൽ വിശാലമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ രാഹുൽ ഗാന്ധി വരുന്നില്ല, T സിദ്ദിഖ് തന്നെയായിരിക്കും മത്സരിക്കുക.
രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ ടി സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. എന്നേക്കാൾ കൂടുതൽ വിവരങ്ങൾ PM മനോജിന് ഹൈക്കമാൻഡിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയട്ടെ. അതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി വരികയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല വരികയെങ്കിൽ ടി സിദ്ദിഖ് തന്നെയാകും സാധ്യത ടി സിദ്ദിഖ് തന്നെയാണെന്നാണോ? പിന്നെയും സാധ്യതയുണ്ടോ അതിനകത്ത്? രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ടി സിദ്ദിഖ് തന്നെ മത്സരിക്കും, അങ്ങനെയാണോ? അല്ല, തീർച്ചയായും നമുക്കറിയാമല്ലോ. ഞാൻ പറയട്ടെ. അല്ല, എന്റെ ചോദ്യം എന്നോടാണല്ലോ. ഇവരുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ടി സിദ്ദിഖ് തന്നെ മത്സരിക്കുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? മനോജെ കൈയിട്ട് അല്ല അല്ല മനോജെ കാണുന്നിടത്തെല്ലാം കൊണ്ട് കൈയിട്ട് കൈ മുറിക്കുന്നോട് പോകട്ടെ. ശ്രീ പഴകുളം മധു, എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ഒറ്റ നിങ്ങൾ ഈ എല്ലാ കാര്യത്തിലും കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ടി സിദ്ദിഖ് തന്നെയാകുമോ സ്ഥാനാർത്ഥി? ഏത് ഉത്തരവാണ് സനീഷ്? രാഹുൽ ഗാന്ധിജി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ ടി സിദ്ദിഖിന് തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പിന്നെ സാധ്യത എന്താണ്? എനിക്ക് അതാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചത്. രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ടി സിദ്ദിഖ് തന്നെയാകും സ്ഥാനാർത്ഥി ആണോ? അല്ല, താങ്കൾ തന്നെ പറയുന്നു സിദ്ദിഖിനെ പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയുന്നു സിദ്ദിഖിനെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മാത്രമല്ല ഉള്ള സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാത്രമല്ലേ പിന്മാറാൻ പറ്റൂ? രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് ടി സിദ്ദിഖ് നാട്ടുകാർക്ക് മുന്നിലാണല്ലോ പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ പിന്മാറുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി വരികയില്ല എന്നാണെങ്കിൽ ടി സിദ്ദിഖ് തന്നെയാകില്ലേ അവിടെ സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായി സ്ഥാനാർത്ഥിയായി വരിക സിദ്ദിഖായിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ആര് പറഞ്ഞ സംശയം? ഇവര് ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമല്ലേ? ആശയക്കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ കോൺഗ്രസ്സുകാരടക്കം കോൺഗ്രസിൽ വോട്ട് ചെയ്യേണ്ട എന്നാകും അർത്ഥം. അതായത് രാഹുൽ ഗാന്ധി വരുന്നില്ല, പക്ഷേ ടി സിദ്ദിഖ് അല്ല സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ എല്ലാവരും ചെന്ന് അപ്പുറത്തുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കുന്ന നാട്ടുകാർ, കേൾക്കുന്ന ആളുകൾ. എന്ന് വെച്ചാൽ അക്കാര്യത്തിലെങ്കിൽ നിങ്ങൾ ഉറപ്പ് നൽകണം നാട്ടുകാർക്ക്, രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ടി സിദ്ദിഖ് ആണ്, അല്ലാതെ നാളെ വേറൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് പറയരുത്. അങ്ങനെ അല്ല സനീഷെ, അങ്ങനെയൊന്നും ആൾക്കാരെ വിഡ്ഢികളാക്കണ്ട. രാഹുൽ ഗാന്ധി വന്നില്ല, വരാതിരുന്ന സിദ്ദിഖ് സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണോ? അങ്ങനൊന്നും ആർക്കും ആശങ്കയില്ല. നിങ്ങളാരും അങ്ങനൊന്നും ഗൗരവമില്ലാത്ത കാര്യങ്ങൾ തമാശയ്ക്ക് ഇവിടെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ട. അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏത് മണ്ഡലങ്ങളിൽ ഞങ്ങൾ കേട്ടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം കൊണ്ട് മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച 3 മണ്ഡലങ്ങളിൽ കേരളത്തിൽ വിജയിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇന്നില്ല. ഞങ്ങൾ വയനാട്ടിൽ ആരെ മത്സരിപ്പിച്ചാലും ആ സ്ഥാനാർത്ഥി ജയിക്കും. PM മനോജിന്റെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു വാട്ടർലൂ ആണ്. രാഹുൽ ഗാന്ധി ഏത് കുറ്റിച്ചൂലിനെ നിങ്ങളുടെ ഗതികേടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഗതികേട് എന്ന് അതായത് വയനാട്ടിലെ ജനങ്ങള് നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഏത് കുറ്റിച്ചൂലിനെയും സ്വീകരിക്കാൻ നിങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ. അവിടെയാണ് പ്രശ്നം. വയനാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കൊണ്ടുവെക്കുന്ന ഏത് കുറ്റിച്ചൂലിനെ സ്വീകരിക്കുമ്പോൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെയാണ് അപമാനിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. താങ്കൾക്ക് ബുദ്ധിമുട്ടാകുന്ന ചില പ്രസ്താവനകൾ നടന്നതുപോലെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ള ദിവസമായിരുന്നു ഇന്ന് എന്നതുകൊണ്ടാണ്. അത് ആ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയത് മറ്റാരുമല്ല, ആ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റേത് രാഷ്ട്രീയ അബദ്ധമാണോ എന്ന ചോദ്യമായിരുന്നു ഞങ്ങൾ ചോദിച്ചത്. മുല്ലപ്പള്ളി പറഞ്ഞത് രാഷ്ട്രീയ അബദ്ധമാണോ എന്ന ചോദ്യത്തിന് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 77% പേരും അദ്ദേഹത്തിൻ്റേത് രാഷ്ട്രീയമായ അബദ്ധമാണ് എന്ന കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 23% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. രാഷ്ട്രീയാബദ്ധം നടത്തിയ ഒരു നേതാവിൻ്റെ പ്രസ്താവനയെ, ആ അബദ്ധം നിറഞ്ഞ പ്രസ്താവന ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികമായിട്ടുള്ള
സാഹചര്യത്തിലും വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ശ്രീ പഴകുളം മധു, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ പ്രസ്താവന പോലെ എന്ന പോലെ ഇടപെട്ട് സംസാരിച്ച് പറയേണ്ടി വന്നതിൽ എൻ്റെ ഖേദം ഞാൻ പ്രകടിപ്പിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.